കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം ഈ ചരിത്രത്തിൻ്റെ വക്രീകരണത്തിനെതിരായിട്ട് വളച്ചൊടിക്കലിനെതിരായിട്ട് നല്ല ആശയ സമരം നടത്തേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാനൊരു വാർത്ത കണ്ടു. നരേന്ദ്രമോദി 4399 ദിവസം പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നു. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷെ നെഹ്റുവിനെ തിരസ്കരിക്കുകയാണ്, നെഹ്റുവിനെ തള്ളിക്കളയുകയാണ്. യഥാർത്ഥത്തിൽ നെഹ്റുവിൻ്റെ പ്രധാനമന്ത്രി പദം 1952 മുതൽ മാത്രം കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ 4398. തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്നൊരു പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടുന്നതിന് ദീർഘമായിട്ടൊരു സമരത്തിൻ്റെ ചരിത്രമുണ്ടല്ലോ. ആ ചരിത്രത്തിൻ്റെ ഭാഗമായി 1946 വൈസ്രോയി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്കാണ് നെഹ്റുവിനെ അധികാര സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നത്. അതാണ് ചരിത്രം. 46 സെപ്റ്റംബറിൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ സ്വതന്ത്ര ഇന്ത്യയിലെ കേന്ദ്രാധികാരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചരിത്ര വിദ്യാർത്ഥികൾ അമ്പരന്ന് പോകുന്ന നിലക്കുള്ള നുണ നിർമ്മിതിയാണ് സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 47 ആഗസ്റ്റ് 15 കഴിഞ്ഞു. അതിനുശേഷം ഒരു ഭരണഘടന നിലവിൽ വന്നു. നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക്. ഇതാണ് അന്നത്തെ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയായിരുന്നു നെഹ്റു. മാത്രമല്ല വൈസ്രോയി ക്ഷണിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട നെഹ്റുവിനെയാണ്. അന്ന് നെഹ്റുവിനെതിരായിട്ട് 2 പേര് രംഗത്തുണ്ടായിരുന്നു. പക്ഷേ അവർ പിൻവലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നെഹ്റു ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയുള്ള നെഹ്റുവിനെയാണ് രാജ്യത്തിൻ്റെ അധികാരം ഏൽപ്പിക്കാൻ ഒരു മന്ത്രിസഭ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുമുതൽ അദ്ദേഹം കേന്ദ്രാധികാര സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ചരിത്രത്തെ എങ്ങനെയാണ് അപനിർമ്മിക്കുന്നത്, വക്രീകരിക്കുന്നത്, വളച്ചൊടിക്കുന്നത്? നൂറാവർത്തി വന്നാൽ സത്യമാവും എന്നുള്ള ഗീബൽസിൻ്റെ സിദ്ധാന്തം അത് യഥാർത്ഥത്തിൽ സംഘപരിവാർ ഈ രാജ്യത്ത് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ചരിത്രത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഒരു ജനകീയ ശക്തി ഈ രാജ്യത്ത് രൂപപ്പെടും. അത് വേണ്ടത്ര വന്നിട്ടില്ല എന്നത് ജേക്കബ് പറയുന്നത് വളരെ ശരിയാണ്.